ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. സുക്മ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പരിശോധന തുടരുകയാണ് എന്ന് സുക്മ SP കിരൺ ഗംഗാറാം ചവാൻ അറിയിച്ചു. अभी तक जो केरलापाल थाना क्षेत्र अंतर्गत गोकुंडावाला इलाके में जो मुठभेड़ हुई है 16 नक्सलियों के शव बरामद किए गए हैं। इसमें AK-47 SLR इंसा जैसे काफ़ी भारी मात्रा में हथियार बरामद किए गए हैं। 2 जवान इसमें घायल हुए हैं, उनको इवैक्यूएशन किया जा रहा है। सर हथियार कौन कौन सा बरामद? AK-47 SLR इंसा जैसे ऑटोमेटिक हथियार इस मुठभेड़ में बरामद हुए हैं। जी सर, ये अब तक का सुकमा जिले का सबसे बड़ा मुठभेड़ माना जा सकता है? हाँ, इसको माना जा सकता है। और जो पहाड़ी वाला जो इलाका है गोकुंडा वाले इलाके में दरबा डिवीजन के जो नक्सली है उनकी उपस्थिति यहाँ मौजूद होती है और ये उन पे कड़ा पहाड़ है। कोई बड़े नक्सली, बड़े काडर के नक्सली मारे जाने की पहचान करना बचा हुआ है। ഛത്തീസ്ഗഡിലാണ് വലിയ മാവോയിസ്റ്റ് വേട്ട തുടരുന്നത്. 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ സുരക്ഷാ സേന വധിച്ചിട്ടുണ്ട്. 2 ജവാന്മാർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ജിഷ്ണു. മറ്റു വിവരങ്ങൾ. വിനോദ്, ഛത്തീസ്ഗഡിൽ സുക്മ ദന്തേവാഡ അതിർത്തിയിൽ ഉബംപള്ളി കേരളപാട് പ്രദേശത്തെ വനമേഖലയിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുള്ളത്. പോലീസും ഒപ്പം CRPFും സംയുക്തമായി നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലിനൊടുവിലാണ് 16 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കൂടുതൽ സേനാവിന്യാസം മേഖലയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചു. 16 ഭീകരരുടെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും AK-47 തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ വൻ ആയുധശേഖരം പിടിച്ചെടുത്തതായും സുക്മ SP കിരൺ ഗംഗാറാം ചവാൻ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഓപ്പറേഷനിടെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് നിസ്സാരമാണെന്നും സുക്മ SP ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സുരക്ഷാ സേന ശക്തമാക്കുകയാണ്. നേരത്തെ ബീജാപൂർ കാങ്കർ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഈ മാസം 19-ന് ബീജാപൂർ കാങ്കർ മേഖലകളിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 22 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചിരുന്നു. ഇന്ന് സുക്മ ദന്തേവാഡ അതിർത്തിയിലുണ്ടായ വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് 16 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അതല്ലെങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഛത്തീസ്ഗഡിൽ സൈന്യവും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസും CRPFും സംയുക്തമായി മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നത്. രാജ്യത്ത് നിന്ന് 2026 മാർച്ച് 31-നകം ചുവപ്പൻ ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. തീർച്ചയായും ഛത്തീസ്ഗഡിലാണ് വൻ മാവോയിസ്റ്റ് വേട്ട നടന്നത്. 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ വധിച്ചു. സുക്മ മേഖലയിൽ ഏറ്റുമുട്ടൽ നടന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.